അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നേതാവ് തന്നെ പറഞ്ഞത് ബി ജെ പി കൺസിഡർ പോലും ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെ കൺസിഡർ പോലും ചെയ്യേണ്ടാത്ത ബി ജെ പിക്ക് ആ ബി ജെ പിയേക്കാൾ ഇരട്ടി മെമ്പർമാരുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ നിങ്ങളെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ വി ഡി സതീശനോടൊക്കെ രാഷ്ട്രീയം നിർത്തിയിട്ട് വേറെ പണിക്ക് പോകാൻ പറയുന്നതാണ് നല്ലത്. കാരണം ഒന്നുമല്ലാത്തൊരു ബി ജെ പിക്ക് ഞങ്ങളുടെ ഇരട്ടി മെമ്പർമാരുണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിഴുങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. മറ്റത്തൂരിലുണ്ടായത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടി എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഡോക്ടർ ജി വി ഹരി ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ശ്രീ യുവരാജ് ഗോകുൽ, ഇതാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രതീക്ഷിച്ച മറുപടി തന്നെയാണ് ഉണ്ടായത്. അവിടെ സംഘടനാ തലത്തിൽ ഉണ്ടായ വീഴ്ച അതാണ് യഥാർത്ഥത്തിൽ 8 കോൺഗ്രസ് മെമ്പർമാരെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചത്. ഇത് പക്ഷേ ജി വി ഹരി അതിന് മറ്റൊരു ഭാഷ്യം ചമക്കുകയാണ്. ഇവിടെ മറ്റത്തൂരിലെ സ്ഥിതിഗതികൾ നോക്കുമ്പോൾ ബി ജെ പിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അല്ല, എനിക്ക് പറയാനുള്ള അന്ന് അദ്ദേഹം തുടക്കത്തിൽ പറഞ്ഞത് ഞാൻ കേട്ടില്ല, അല്പം വൈകി കയറിയതുകൊണ്ട് ക്ഷമിക്കുക. എന്നാലും അദ്ദേഹം പറഞ്ഞിട്ട് അവസാന ഭാഗം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ബി ജെ പി എന്തോ രാഷ്ട്രീയ അട്ടിമറി നടത്തിയിട്ട് അവിടെ പിടിച്ചെടുത്തു എന്നൊക്കെ ഉള്ള തരത്തിലാണ് പറയുന്നത്. അദ്ദേഹം മറ്റു പല സംസ്ഥാനങ്ങളുടെയൊക്കെ ഉദാഹരണങ്ങൾ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ബി ജെ പി കാലങ്ങളായിട്ട് അധികാരത്തിലിരിക്കുന്ന സ്ഥലങ്ങളിൽ സ്വാഭാവികമായിട്ട് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയിരുന്നാലും ശരി തന്നെയാണ് അധികാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏതൊക്കെ വഴികൾ എന്ന് പറഞ്ഞാൽ ജനാധിപത്യത്തിനകത്ത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് പലരും പാർട്ടി മാറാൻ തയ്യാറാണെങ്കിലോ ഇങ്ങോട്ടേക്ക് വരാൻ തയ്യാറാണെങ്കിലോ ഒക്കെ അത് ശ്രമിക്കുകയും വിജയിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ യെദ്യൂരപ്പജി ആദ്യത്തെ തവണ കർണാടകത്തിലെ മുഖ്യമന്ത്രിയാകുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിൽ ഒരു ബി ജെ പി സർക്കാർ വന്നു എന്നുള്ളത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു കർണാടകത്തിൽ അന്ന് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്ന യു പി എ സർക്കാർ. അവരൊരു ഗവർണറെ അവിടെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള കളികളാണ് കളിച്ചതെന്നും ആ സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യവും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതിനുശേഷം കർണാടകത്തിൽ ഭാരതീയ ജനതാ പാർട്ടി എത്രത്തോളം വളർന്നു മുമ്പോട്ട് പോയി എന്നുള്ളത് നമ്മൾ അതിനെ തരണം ചെയ്ത് തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ ബി ജെ പി അവർ പറയുന്നിടത്തോളം കേരളത്തിൽ വലിയ വളർച്ചയൊന്നുമില്ലാത്ത പാർട്ടിയാണെന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. അവരിപ്പോൾ അവരുടെ എല്ലാവരുടെയും ഭാഷ്യം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിൻ്റെ നേതാവ് തന്നെ പറഞ്ഞത് ബി ജെ പി കൺസിഡർ പോലും ചെയ്യേണ്ട എന്നുള്ളതാണ്. അങ്ങനെ കൺസിഡർ പോലും ചെയ്യേണ്ടാത്ത ബി ജെ പിക്ക് ആ ബി ജെ പിയേക്കാൾ ഇരട്ടി മെമ്പർമാരുണ്ടായിരുന്ന ഒരു പഞ്ചായത്തിൽ നിങ്ങളെ ബി ജെ പി വിഴുങ്ങിക്കൊണ്ട് പോയി എന്നുണ്ടെങ്കിൽ വി ഡി സതീശനോടൊക്കെ രാഷ്ട്രീയം നിർത്തിയിട്ട് വേറെ പണിക്ക് പോകാൻ പറയുന്നതാണ് നല്ലത്. കാരണം ഒന്നുമല്ലാത്തൊരു ബി ജെ പിക്ക് ഞങ്ങളുടെ ഇരട്ടി മെമ്പർമാരുണ്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളെ വിഴുങ്ങിയെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. എനിക്കതിൻ്റെ ഇത് മനസ്സിലാകുന്നില്ല. നിങ്ങളുടെ അകത്തുള്ള സംഘടനാ പ്രശ്നങ്ങളാണത്. നിങ്ങളുടെ അകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ജനാധിപത്യം നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവർ ആൾക്കാർ പാർട്ടി വിട്ട് പുറത്തേക്ക് പോകും. ഇപ്പോൾ തന്നെ നോക്കൂ, നിങ്ങൾക്ക് ഈ പറയുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിനകത്ത് അത്യാവശ്യം മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം യു ഡി എഫിന് നടത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. നടത്തി കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൊച്ചിയിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തൃശ്ശൂരിൽ നിങ്ങളുടെ മേയറായിട്ട് തിരഞ്ഞെടുത്ത ആൾ പൈസ കൊടുത്തതിൻ്റെ പേരിൽ അവരെ മേയറാക്കിയത് എന്ന് വരെ പറയുന്ന സാഹചര്യം ഉണ്ടായില്ലേ? അവിടെ ഒരു മോണിറ്ററി സംഗതി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ? മണി ഇൻവോൾവ്ഡ് ആയില്ലേ അവിടെ? അപ്പോൾ അങ്ങനെ ഒരു കൗൺസിലറെ നിങ്ങൾക്ക് പുറത്താക്കേണ്ടുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഒരു മേൽക്കൈ ലഭിക്കുന്ന സമയത്ത് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു എന്നൊരു പ്രതീതിയെങ്കിലും നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ അകത്ത് തമ്മിലടിയും പ്രശ്നമാണ്. ജനാധിപത്യം എന്നുള്ളതിനകത്ത് തൊട്ട് തീണ്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇതാണ് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം. കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ് ഇതാണ് മുമ്പോട്ട് വയ്ക്കുന്നത്. തെരഞ്ഞെടുപ്പിന് ഇനിയും 2 മാസം ബാക്കിയുണ്ട്. പൊതുജനങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കിട്ടുന്ന ഏറ്റവും സുവർണാവസരം തന്നെയാണിത്. നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഇടതുകാലിലെ പന്തിനെ വലതുകാലിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പൊതുജനങ്ങൾക്ക് കൃത്യമായിട്ട് കണ്ടുപഠിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു അവസരമാണ് ഈ പോസ്റ്റ് ലോക്കൽ ബോഡി ഇലക്ഷൻ കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തമ്മിത്തല്ലും കുതികാൽ വെട്ടും എന്ന് പറയുന്നത്. അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടർ ഗോപകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ജെ പിയുടെ മുന്നിലോട്ടുള്ള വഴികൾ അത്ര സുഗമമല്ല. കാരണം ഞാൻ നേരത്തെ തന്നെ അത് വ്യക്തമാക്കിയതാണ്. ഈ ഇടത് വലത് മുന്നണികൾ ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി എത്രത്തോളം വലിയ നീക്കങ്ങൾ നടത്തി എന്ന് നമ്മൾ നേരത്തെ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഈ പുറത്തു പറയുന്ന ഈ പരസ്പരം പറയുന്ന കുറ്റപ്പെടുത്തലുകൾ, രാഷ്ട്രീയ വിദ്വേഷം, ഇതൊക്കെ ബി ജെ പിയുടെ കാര്യം വരുമ്പോൾ അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇവർ ഒറ്റക്കെട്ടാകുന്ന കാഴ്ച ഇന്നും നമ്മുടെ മുന്നിൽ കാണുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, അതിലേക്ക് ഞാൻ വരാം. ഒന്നാമത്തെ കാര്യം, എനിക്ക് അദ്ദേഹം പറഞ്ഞ ശ്രീ ജലീൽ പുലലൂർ അദ്ദേഹം പറഞ്ഞ വിഷയങ്ങളിൽ നിന്ന് മറുപടി പറഞ്ഞു വരണമല്ലോ. ഒന്നാമത്തെ കാര്യം, ബി ജെ പിക്ക് വളർച്ചയില്ല എന്നാണ് അദ്ദേഹം ഉന്നയിച്ച ഒരു വാദം എന്ന് പറയുന്നത്. ശ്രീ ഗോപകുമാർ സാറ് അത് കുറച്ചുകൂടി ടെക്നിക്കലി അതിൻ്റെ മറ്റൊരു വശത്ത് നിന്ന് അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. നോക്കൂ, ഈ ബി ജെ പിയുടെ വളർച്ച എന്ന് പറയുന്നത് കേവലമായിട്ട് കുറച്ച് ശതമാന കണക്കുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുനിസിപ്പാലിറ്റികളുടെ സീറ്റ് എണ്ണം എന്ന് പറയുന്നതിനകത്തേക്കോ മാത്രം ചുരുക്കി എഴുതേണ്ടതല്ല.
കാരണം ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ജയിക്കുന്ന സമയത്ത് തന്നെയും ഇപ്പോൾ ഇടതുപക്ഷക്കാർ തന്നെ വലുതായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. തിരുവനന്തപുരം നഗരസഭയിലെ മൊത്തം വോട്ടുകളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിനാണ് വോട്ട് കൂടുതൽ, BJP കുറച്ച് വോട്ട് കുറവാണ്, 1000 വോട്ടോ 2000 വോട്ടോ മറ്റോ കുറവാണ്, പക്ഷേ അവർക്കാണ് വോട്ട് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് അവർ തോറ്റിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നോക്കൂ, കർണാടക എന്ന് പറയുന്നൊരു സംസ്ഥാനമുണ്ട്. കർണാടകത്തിൽ BJP അധികാരത്തിൽ വരുന്ന സമയത്തും കോൺഗ്രസിനേക്കാളും 3-4% എപ്പോഴും BJPക്ക് വോട്ട് കുറവായിരിക്കും. നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. BJPക്ക് 36%, കോൺഗ്രസിന് 40% ഒക്കെ വോട്ടുണ്ടാകും. മറ്റൊന്നും കൊണ്ടല്ല, BJP മൈസൂർ ബെൽറ്റിൽ പലയിടത്തും BJP അധികം വലിയ മത്സരത്തിലില്ല എന്നുള്ളതാണ്. 224 സീറ്റുകൾ ഉള്ളതിനകത്ത് 155-160 സീറ്റുകളിലാണ് BJP മത്സരത്തിലുള്ളത്. മറ്റുള്ളിടത്ത് BJP മത്സരത്തിലില്ല. അവിടെ മത്സരം നടക്കുന്ന കോൺഗ്രസും JDS-ഉം തമ്മിലും. അതുകൊണ്ട് സ്വാഭാവികമായിട്ട് കോൺഗ്രസിനൊരു മേൽക്കൈ ഉണ്ടാകും. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ അകത്തേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ കോസ്റ്റൽ ബെൽറ്റുകളിലെ ഒരു 10-30ഓളം സീറ്റുകളിനകത്ത് BJP കുറച്ച് വീക്കാണ്. അപ്പോൾ അവിടെ പോരാട്ടം നടക്കുന്ന പ്രധാനമായിട്ട് LDF-ഉം UDF-ഉം തമ്മിലാണ് എന്നുള്ള തരത്തിലാണ് അവിടെ ഫൈറ്റ് നടക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് അവിടെയൊക്കെ വോട്ട് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ടെക്നിക്കലി വോട്ട് കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും LDF-ന് തന്നെ ആയിരിക്കും. അപ്പോൾ ആ പറയുന്നത് പോലെ തന്നെ BJPയുടെ ശതമാനം ഇത്രേ കിട്ടിയുള്ളൂ, BJPയുടെ ശതമാനം ഇത്രേ കിട്ടിയുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ശതമാനം കിട്ടിയിരിക്കുന്നത് കോൺസെൻട്രേറ്റ് ചെയ്ത് കിട്ടിയിരിക്കുന്ന വോട്ടാണ്. ഇപ്പോൾ നമുക്ക് മലപ്പുറത്ത് പറയുന്ന പോലെ വോട്ടുണ്ടാവില്ല, വയനാട് ജില്ലയിൽ നമുക്ക് പറയുന്ന പോലെ വോട്ടുണ്ടാവില്ല, കണ്ണൂരിലെ ചില മേഖലകളിൽ നമുക്ക് വോട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തെ ചില മേഖലകളുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രദേശങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ BJP ഒരു 20-25% വോട്ടിലേക്കൊക്കെ ഇപ്പോഴും നിൽക്കുന്നുണ്ടാവും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനകത്ത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം മതിയാകും. അത് മാത്രമല്ല, ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJPയുടെ വിജയത്തിന് വലുതായിട്ട് വില കുറച്ച് കാണുവാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷം ബോധപൂർവ്വം ശ്രമിക്കുന്നുണ്ട്, UDF-ഉം വളരെ ബോധപൂർവ്വമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അത് അവരുടെ രാഷ്ട്രീയമായിട്ടുള്ള നിലനിൽപ്പിന്റെ ഭാഗമായിട്ടാണ്. അവരോട് എനിക്ക് ചെറിയ ചരിത്രങ്ങൾ മാത്രമേ ഓർമ്മിപ്പിക്കേണ്ടതുള്ളൂ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഗുജറാത്ത് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിലേക്ക് അധികാരത്തിലേക്ക് വരുന്നത് 1995-ലാണ്. പക്ഷേ അതിനുള്ള വഴി വെട്ടി തുറക്കുന്നത് 1987-ലെ അഹമ്മദാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അഹമ്മദാബാദ് കോർപ്പറേഷന്റെ ഭരണം BJP പിടിച്ചെടുക്കുന്നതോടുകൂടിയാണ്. 1987-ൽ അഹമ്മദാബാദിന്റെ ഭരണം BJPയുടെ കയ്യിൽ വരുന്നു. 1990-ൽ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വരുന്നു. 1995-ൽ ഗുജറാത്തിലെ BJP അധികാരത്തിൽ വരുന്നു. 1987-ൽ അഹമ്മദാബാദ് കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുന്ന സമയത്ത് അന്ന് ആ വിജയത്തിന്റെ മുഴുവൻ പുറകിൽ നിന്നൊരാൾ, മുന്നിൽ നിന്നൊരാളല്ല, പുറകിൽ നിന്നൊരാൾ, അന്ന് അധികം ആരും ചർച്ച ചെയ്യപ്പെടാതെ പോരുന്ന ഒരു പേരായിരുന്നു നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ആ പേര്. ആ മനുഷ്യൻ പിന്നീട് വന്ന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയാവുകയും കോൺഗ്രസിനെ ഇന്നും കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിലായിട്ട് 3 അക്കം പോലും തൊടിയിക്കില്ല എന്ന് പറയുന്ന അവസ്ഥയിലാക്കി എത്തിച്ചിരിക്കുന്നതും ഇടതുപക്ഷത്തിനെ ത്രിപുരയിൽ നിന്ന് വരെ ഓടിച്ചു വിടുന്നതായിട്ടുള്ള സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ, അതിൻ്റെ വിജയത്തിനെ അത്ര ചെറുതായിട്ട് ആരും കാണേണ്ടുന്ന ഒരു കാര്യമല്ല എന്നുള്ളൊരു കാര്യം വളരെ വിനീതമായിട്ട് തന്നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. BJPക്ക് കേരളത്തിൽ സൂചി കുത്താൻ ഇടം തരില്ല എന്ന് പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് നിങ്ങൾ കേരളത്തിലെ ഒരു 2 അക്ക പഞ്ചായത്തെങ്കിലും പിടിച്ചു കാണിക്കൂ, പിന്നെയല്ലേ നിങ്ങൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും എന്നൊക്കെ പറഞ്ഞിരുന്ന ഇടത്ത് നിന്ന് ഇന്ന് കേരളത്തിനകത്ത് 3-4 മുനിസിപ്പാലിറ്റികൾ സുഖമായിട്ട് ഭരണത്തിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം BJPക്ക് ഉണ്ട് എന്നുള്ള കാര്യം കഴിഞ്ഞ 2 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പുകളായിട്ട് പ്രൂവ് ചെയ്തതാണ്. തിരുവനന്തപുരത്ത് BJP കഴിഞ്ഞ 2 തവണയായിട്ട് പ്രതിപക്ഷത്തായിരുന്നു. ഇത്തവണ നമ്മൾ അധികാരത്തിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ BJPയുടെ വളർച്ച കൃത്യമായിട്ടുള്ളൊരു തലത്തിൽ തന്നെയാണ് മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വെറുതെ കാടടച്ച് വെടിവെക്കുന്നതിന് പകരം കൃത്യമായിട്ട് കൊള്ളേണ്ടിടത്ത് കൊള്ളിക്കുക, ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ അധികാരം പിടിച്ച് കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ അധികാരം തിരുവനന്തപുരം കോർപ്പറേഷനിലൂടെ BJPയുടെ നേതൃത്വത്തിന് പിടിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അത് ജനങ്ങളെ കൃത്യമായിട്ട് ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് ശ്രീ ജലീൽ പറഞ്ഞൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDPI പിന്തുണയോടുകൂടി SDPI സഹായിച്ചതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. നോക്കിവിടെ എന്താണ് അവർ SDPI സഹായിച്ചതെന്ന് പറയുന്നതെന്ന് അറിയാമോ? SDPI ഒരു 3 വാർഡുകളിൽ മത്സരിച്ചു. ആ മത്സരിച്ചിട്ട് അവർ കുറേ വോട്ട് പിടിച്ചു. അവർ വോട്ട് പിടിച്ചത് കൊണ്ട് BJP ജയിച്ചു. ഇതാണ് അവർ പറയുന്നത്. അപ്പോൾ അവരുടെ ദുഃഖം എന്ന് പറയുന്നത് SDPI അവിടെ മത്സരിക്കരുതായിരുന്നു, പകരം കാലാകാലങ്ങളായിട്ട് ഇടതുപക്ഷത്തിനും അല്ലെങ്കിൽ UDF-നും തരാതരം പോലെ വോട്ട് മാറ്റി ചെയ്തുകൊണ്ടിരുന്നത് പോലെ തന്നെ അവർക്ക് വോട്ട് മറച്ചു കൊടുക്കണമായിരുന്നു. അങ്ങനെ വോട്ട് മറച്ചു കൊടുക്കാതെ SDPIയുടെ വോട്ട് പിടിച്ചു എന്നുള്ളതിനെയാണ് BJPയുമായിട്ട് അവർ സഖ്യത്തിലായി എന്നുള്ള തലത്തിൽ അവർ പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ കാലാകാലങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആരോപണം ഇവിടെ ശരിയായി കൊണ്ടുവരികയാണ്. എന്താണ്? SDPI പിന്തുണയോടുകൂടിയാണ് ഇവർ BJPയെ നിയമത്തുൾപ്പെടെ പലയിടത്തും തോൽപ്പിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞങ്ങൾ ഉന്നയിച്ച ആരോപണം ശരിയാണ് എന്ന് അവരവിടെ സാധൂകരിക്കുകയാണ്. എന്തായാലും SDPIയുടെ വോട്ട് മതേതര വോട്ടാണ് എന്ന് ശ്രീ ജലീൽ പുനലൂരിന് അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. SDPIയുടെ വോട്ട് അതിതീവ്ര വർഗീയ വോട്ടാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് അങ്ങേക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയുന്നത് ആ തീവ്ര വർഗീയ വോട്ട് നിങ്ങൾക്ക് കിട്ടാത്തതിലുള്ള വിഷമമാണ് നിങ്ങളിപ്പോൾ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളും അവരും തമ്മിൽ എന്തോ ഒരു സൗന്ദര്യപ്പണക്കം ഉണ്ടായിട്ടുണ്ട്. ആ സൗന്ദര്യപ്പണക്കത്തിന് അവസാന നിമിഷം വരെ നിങ്ങൾക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റാതെ പോയതുകൊണ്ടാണ് അവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായത്, നിങ്ങൾ തോൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം അവരുടെ SDPIയുടെ തന്നെ പല നേതാക്കളുടെയും പത്ര സമ്മേളനങ്ങളും പ്രസ്താവനകളിലും ഒക്കെ പറയുന്നുണ്ടായിരുന്നു എല്ലാ കാലത്തും BJP
BJP ചൂണ്ടിക്കാണിച്ചിട്ട് ഞങ്ങളെ മത്സരിക്കാൻ അനുവദിക്കാതിരിക്കുകയും ഞങ്ങളുടെ വോട്ടുകൾ വില പറഞ്ഞ് വാങ്ങിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നവർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങളെ അസ്പർശ്യരായിട്ട് കാണുന്നു, അതിനുള്ള മറുപടി തരും എന്നാണ് അവർ പറഞ്ഞത്. അതായത് ഇനി അങ്ങോട്ട് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ അവരെ പരസ്യമായിട്ട് ബാന്ധവം ചെയ്യാൻ തയ്യാറായില്ല, രഹസ്യ ബാന്ധവം മതി എന്നാണ് അവർ പറയുന്നത്. പരസ്യമായി ബാന്ധവം ചെയ്യാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അവർ ഈ നിലപാട് തുടർന്നെടുക്കുന്നു. അത് നിങ്ങളുടെ കാര്യമാണ്. നിങ്ങൾ പരസ്യമായി പറയണോ രഹസ്യമായി പണിക്ക് പോകണോ എന്നൊക്കെ ഉള്ള കാര്യം നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളുടെ B ടീമോ C ടീമോ ഒന്നുമല്ല, നിങ്ങളുടെ മുന്നണിയിലെ തന്നെ ഒരു അദൃശ്യ കക്ഷിയാണ് അവർ. അപ്പോൾ നിങ്ങൾ ആ തലത്തിലേക്ക് ആ കാര്യങ്ങളെ കൊണ്ടുപോകാനും സെറ്റിൽ ചെയ്യാനും വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും BJPയെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം മാരാർജി ഭവന്റെ മുന്നിൽ ഇന്ന് മേയറുടെ കാർ കിടപ്പുണ്ട്, ഡെപ്യൂട്ടി മേയറുടെ കാർ കിടപ്പുണ്ട്, നാളെ അവിടെ MLA-മാരുടെ കാറുകൾ നിരന്ന് കിടക്കും. അത് കഴിയുമ്പോൾ അവിടെ മുഖ്യമന്ത്രിയുടെ കാർ ഉൾപ്പെടെ വന്ന് കിടക്കുന്ന ദിവസം വിദൂരമല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ശ്രീ യുവരാജ് ഗോകുൽ, നമ്മൾ തിരുവനന്തപുരത്ത് കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചിരുന്നു. അതിൽ 50 സീറ്റുകൾ നേടിയത്, 50 വാർഡുകൾ നേടിയത് ചില്ലറ കാര്യമല്ല. ഈ ഇടത് വലത് മുന്നണികളെയൊക്കെ അവരുടെ നീക്കങ്ങളെ, ഈ വർഗീയ ശക്തികളെ എല്ലാം തടഞ്ഞു നിർത്തിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റമാണ് BJP തിരുവനന്തപുരം നഗരസഭയിൽ കരസ്ഥമാക്കിയത്. അപ്പോൾ അവിടെ ആ കോർപ്പറേഷന്റെ ഭരണം എന്ന് പറയുന്നത് ഒരു സ്വതന്ത്രന്റെ ഒരു സഹായത്തോടെ മാത്രം ലഭിച്ച ഒന്നാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല CPM-ന്റെ വോട്ടുകൾ BJP-യിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുള്ള ക്രോസ് വോട്ടിംഗ്, ഒരു സഹായം BJP-ക്ക് ലഭിച്ചു എന്നതടക്കമാണ് കോൺഗ്രസിന്റെ വക്താവ് ഇപ്പോൾ പറയുന്നത്. GV ഹരിച്ചേട്ടൻ പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് ഞാനും എൻ്റെ വാദത്തിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു ബോൾ എത്ര നേരം കയ്യിൽ വെക്കുന്നു എന്നുള്ളതല്ല, എത്ര ഗോൾ അടിച്ചു എന്നുള്ളതാണ് പ്രധാനം. നോക്കൂ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഞങ്ങൾക്കൊരു 18-19% വോട്ട് എന്ന് പറയുന്ന ഒരു നമ്പറൊക്കെ എത്തുകയും ഞങ്ങൾക്കൊരു കോർപ്പറേഷൻ പോലും ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഗോൾ വന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഇവിടെ ഞങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾക്കൊരു ഗോൾ അടിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP-ക്ക് കുറേ വോട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ചിട്ട് എല്ലാവർക്കും നല്ല ധാരണയുണ്ട്. അവർക്ക് ഇല്ലാതിരുന്ന വിശ്വാസം എന്ന് പറയുന്നത് BJP-ക്ക് ജയിക്കാൻ സാധിക്കും, BJP-ക്ക് ഭരണത്തിലെത്താൻ സാധിക്കും എന്ന് പറയുന്ന ഒരു വിശ്വാസം സൃഷ്ടിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതായിരുന്നു. നിലവിൽ അതിന് സാധിച്ചു എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശരിയാണ്, ഞങ്ങൾ 20% വോട്ട് എന്നുള്ളത് 25% വോട്ട് എത്തിക്കണം എന്ന് പറയുന്ന ഒരു ടാർഗറ്റോട് കൂടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. 20% ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, ഞങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് മുമ്പിലേക്ക് വയ്ക്കുന്നു എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതിനകത്ത് പ്രാക്ടിക്കലായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ടാർഗറ്റ് ഞങ്ങൾ ഫിക്സ് ചെയ്തിരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ 20% വോട്ട് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ കേരളത്തിൽ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്തെ 1500-ഓളം ബൂത്തുകളിൽ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖറാണ്. തൃശ്ശൂരിലെ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ സുരേഷ് ഗോപിയാണ്. വയനാട്ടിലെ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ K. സുരേന്ദ്രനാണ്. ആറ്റിങ്ങലിലെ എല്ലാ ബൂത്തുകളിലും മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ശ്രീ V. മുരളീധരനാണ്. അതുപോലെ ആലപ്പുഴയിൽ അത് ശ്രീമതി ശോഭാ സുരേന്ദ്രനാണ്. അപ്പോൾ എല്ലാ ബൂത്തുകളിലും ഏറ്റവും അവസാനത്തെ വോട്ടറെ തേടിയെത്തുന്നത് ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കാൻഡിഡേറ്റാണ്. നമുക്ക് സ്വാഭാവികമായിട്ട്, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, മലപ്പുറം പോലുള്ള ജില്ലകളിൽ പലപ്പോഴും പല വാർഡുകളിൽ BJP സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. അപ്പോൾ അവിടെ അബ്ദുൽ സലാം സാർ മത്സരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു സാഹചര്യവും ലോക്സഭയിൽ നടക്കുന്ന ഒരു സാഹചര്യം കുറച്ചുകൂടി വേറെയാണ്. ഞാൻ വളരെ കേരളത്തിന്റെ ചരിത്രത്തിൽ നിന്ന് തന്നെ ഒരു കണക്ക് പറയാം. 1996 നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് കേരളത്തിൽ നടക്കുന്നത്. അങ്ങേക്ക് ഇവിടെ അറിയാവുന്നതാണ്, ഞാൻ ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ LDF ആണ് അധികാരത്തിൽ വരുന്നത്. LDF-ന് കിട്ടിയത് 80 സീറ്റാണ്. UDF 59 സീറ്റുകളിലേക്ക് പോയി. LDF-നാണ് കൂടുതൽ വോട്ട് ശതമാനം കിട്ടുന്നത്, 46% കിട്ടി. കോൺഗ്രസിന് അത് 45% താഴെ മാത്രമേ, 1% വ്യത്യാസമാണ് ഉള്ളത്. അതുപോലെ തന്നെ പക്ഷേ അതേ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർലമെന്റിനകത്ത് വോട്ട് ചെയ്യുന്ന സമയത്ത് പാർലമെന്റിൽ കോൺഗ്രസിന് ഏതാണ്ട് 46%, ഇടതുപക്ഷത്തിന് 45% താഴെയും എന്നുള്ളതാണ്. ഒരൊറ്റ തെരഞ്ഞെടുപ്പാണ്. ഒരുമിച്ച് ആൾക്കാർ പോയിട്ട് രണ്ടിടത്തായിട്ട് കുത്തിയിട്ട് വരുന്നതാണ്. അന്ന് വോട്ടിംഗ് മെഷീൻ വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. അത് രണ്ടിടത്തായിട്ട് കുത്തിയിട്ട് വരുന്നതാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് കുത്തുന്ന അതേ ആൾക്കാർ ഇപ്പുറത്ത് പോയിട്ട് ആർക്ക് ചെയ്യുവാണ്, UDF-ന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തിട്ട് വരികയാണ്. അപ്പോൾ വോട്ട് ശതമാനം അവിടെ കൂടുതൽ. അപ്പോൾ ഒരൊറ്റ പാർലമെന്റിലും ഒരൊറ്റ സമയത്ത് നടക്കുന്ന സമയത്ത് പാർലമെന്റ് നിയമസഭയും തമ്മിൽ പോലും ആ തരത്തിലുള്ള ഒരു വ്യത്യാസമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് BJP ഒരു വളരുന്ന രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു രാഷ്ട്രീയ പാർട്ടി വളരണമെന്നുണ്ടെങ്കിൽ ലോക്കലി നമുക്ക് ഒരുപാട് നേതാക്കൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അതിന്റെ പരിപൂർണമായ അർത്ഥത്തിൽ എല്ലായിടത്തേക്കും വളർന്നെത്തുക എന്ന് പറയുന്നത്. BJP അങ്ങനെ ഒരു ഗ്രോയിങ് സ്റ്റേജിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അവസാനത്തെ വാർഡിലും ഏറ്റവും അവസാനത്തെ ബൂത്തിലും വരെ ഒരു പക്ഷേ അത്രയും കരുത്തരായിട്ടുള്ള നേതാക്കളെ നമുക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടാവില്ല. പിന്നെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്ക് 50 സീറ്റേ കിട്ടിയുള്ളൂ, ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കൂ, 2010 മുതൽ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് അത്രയും അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ട്? ആകെ കഴിഞ്ഞ തവണ മാത്രമാണ് ഇടതുപക്ഷത്തിന് 52 എന്ന് പറയുന്ന ഒരു നമ്പറിൽ എന്തോ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. 2010 കോർപ്പറേഷൻ ഭരിച്ചപ്പോൾ ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് ഉണ്ടായിരുന്നു? 44 സീറ്റുകളാണ് ഇടതുപക്ഷത്തിന് ഉണ്ടായിരുന്നത്. UDF-ന് എത്ര ഉണ്ടായിരുന്നു? 40 സീറ്റുകളായിരുന്നു. BJP-ക്ക് 6 സീറ്റുകളായിരുന്നു. 2015 എത്തിയപ്പോൾ എന്തായി? 42 സീറ്റുകളോ മറ്റോ എന്തോ ആയി ഇടതുപക്ഷത്തിന്. കോൺഗ്രസ് UDF വളരെ താഴെ 25 സീറ്റിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടായി. കഴിഞ്ഞ തവണ UDF വീണ്ടും
താഴ്ന്ന് 10ലേക്ക് പോയതുകൊണ്ട് മാത്രമാണ് ഇടതുപക്ഷത്തിന് 52 സീറ്റുകളിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ 50 എന്ന് പറയുന്ന മാർജിൻ ആകെ 2 തവണയെ കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ, കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം 50 എന്ന് പറയുന്ന ഒരു നമ്പർ തൊടാനെങ്കിലും സാധിച്ചിട്ടുള്ളത് 2 തവണയാണ്. ഏതെങ്കിലും 2 മുന്നണികൾ. അതിൽ തന്നെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒറ്റയ്ക്ക് 50 എന്ന് പറയുന്ന ഒരു നമ്പർ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ തൊട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് BJP മാത്രമാണ്. കാരണം കഴിഞ്ഞ തവണ 52 സീറ്റ് ഇടതുപക്ഷത്തിന് LDF-നാണ് കിട്ടിയിരിക്കുന്നത്. ആ LDF-ന് കിട്ടുന്ന സമയത്ത് CPM-ന് 45 താഴെ മാത്രമേ സീറ്റുകളുള്ളൂ. അപ്പോൾ കഴിഞ്ഞ 4 തെരഞ്ഞെടുപ്പുകൾക്കകത്ത് ഏറ്റവും മികച്ച പെർഫോമൻസ് നടത്തിയ സിംഗിൾ ലാർജസ്റ്റ് പാർട്ടി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2025 BJP-യുടെ പെർഫോമൻസ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രകടനം എന്ന് പറയുന്നത് അഭിമാനാർഹമായിട്ടുള്ള പ്രകടനമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇവിടെ ശിവൻകുട്ടി ഇവിടെ ജയിച്ചതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ കെ മുരളീധരൻ മത്സരിച്ചുകൊണ്ടാണ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു സംശയവും താങ്കൾക്ക് വേണ്ട, അന്ന് കുമ്മനം രാജശേഖരൻ MLA ആയി കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു. മത്സരത്തിന്റെ പാറ്റേൺ മാത്രമല്ല ശ്രീ ജി വി ഹരി, നേമത്തെ നമ്മൾ കണ്ടതാണ്. നേമത്തെ BJP വരാതിരിക്കാൻ വേണ്ടി എല്ലാ തീവ്രവാദ ശക്തികളും തീവ്ര നിലപാട് പുലർത്തുന്ന ആളുകൾ എല്ലാവരും കൂടിച്ചേർന്ന് വിജയസാധ്യതയുള്ള ഒരാൾക്ക് വോട്ട് മറിച്ചു നൽകുന്നത് നേമത്ത് കണ്ടതാണ്. ആ നിയമ മോഡൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ഇരു മുന്നണികളും വളരെ കൃത്യമായി പയറ്റുക കൂടി ചെയ്യുന്നുണ്ട്. കുറച്ച് സമയം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ശ്രീ ജലീൽ, ഞാൻ പറഞ്ഞത് അങ്ങയോടാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഏറ്റവും ശക്തനായിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവിനെ ഞങ്ങൾ ഇവിടെ മത്സരിപ്പിച്ചത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഡാമേജ് ഞാൻ പറയുന്നില്ല. ശ്രീ കെ മുരളീധരൻ അവിടെ മത്സരിച്ചു. അതിനുശേഷം അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ സാധിച്ചില്ല, അദ്ദേഹം ജയിക്കാൻ സാധിച്ചില്ല, അത് കഴിഞ്ഞ് തൃശ്ശൂരിൽ അദ്ദേഹത്തിന് ജയിക്കാൻ സാധിച്ചില്ല. എന്താ കാര്യം? അദ്ദേഹം ഇവിടെ BJP തോപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ RSS പ്രഖ്യാപിച്ചിരിക്കുകയാണ് അദ്ദേഹത്തോടത്ത് വിജയിപ്പിക്കില്ല. അതൊന്നും ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. ഞങ്ങൾ ഇനിയും ഈ പറഞ്ഞതുപോലെ BJP അധികാരത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ മാത്രമല്ല ഈ രാജ്യം മുഴുവൻ അതിലേക്കാണ് ജി വി ഹരി വരുന്നത്. ഈ BJP ഒരു തരത്തിലും ഇവിടെ വരാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ, ബോധപൂർവമായ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ശ്രീ യുവരാജ് ഗോകുൽ, നമുക്ക് ചില കണക്കുകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ മുസ്ലിം ലീഗ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനേക്കാൾ മുന്നിട്ട് ഈ മുസ്ലിം ലീഗിന് മുന്നിൽ കോൺഗ്രസ് കീഴടങ്ങുന്ന ഒരു സാഹചര്യം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ചില കണക്കുകൾ കൂടി നമ്മുടെ മുന്നിൽ ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. 2020 ഈ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ഒരു കണക്ക് മാത്രമാണ് ഞാനിവിടെ പറയുന്നത്. നമുക്കറിയാം മലബാറിലൊക്കെ കണക്ക് കുറെ കൂടി ഡിഫറൻ്റ് ആണ്, കുറച്ചുകൂടി ലീഗിന് അപ്രമാദിത്വമുണ്ട്. പക്ഷേ ഈ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള ജില്ലകൾ എന്ന് വെച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗിന് കാര്യമായ സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്. അവിടെ 2020 381 സീറ്റുകളിലാണ് ലീഗ് മത്സരിച്ചത്. വിജയം 121 സീറ്റുകളിലായിരുന്നു. പക്ഷേ ഇത്തവണ 372 സീറ്റുകളിൽ ലീഗ് മത്സരിക്കുമ്പോൾ 216 വിജയം കൈവരിക്കുകയാണ്. അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് ശക്തികൾ വളരെ കൃത്യമായി ചില നീക്കങ്ങൾ നടത്തുന്നു എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ കണക്കെന്ന് പറയുന്നത്. നമുക്കറിയാം ഈ തെക്കൻ കേരളം അല്ലെങ്കിൽ ഈ തൃശ്ശൂർ വരെയുള്ള മേഖല എന്ന് പറയുന്നത് ഈ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ച്, മതാടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് കാര്യമായ സ്വാധീനം ഇല്ലാതിരുന്നൊരു മേഖലയാണ്. അവിടേക്കാണ് ഇത്തരത്തിൽ പുതിയൊരു രാഷ്ട്രീയത്തിന്റെ കടന്നുവരവ് ഉണ്ടായിരിക്കുന്നത്. അത് എത്രത്തോളം കേരളത്തെ സംബന്ധിച്ച് ആപത്കരമാണ്. അതിൽ ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, അത് ഈ തെറ്റിദ്ധാര അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതെ ഇരുന്നു. ശ്രീ ജലീൽ പുനലൂർ മോഹൻ ഭഗവത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കളുമായിട്ട് ചർച്ച നടത്തിയെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ഇത് ഈ ഹാഫ് ബേക്കഡ് സാധനങ്ങളുമായിട്ട് എടുത്തിട്ട് വരുന്നതെന്നാണ്. മോഹൻ ഭഗവത് ചർച്ച നടത്തിയത് ജമാഅത്തെ ഇസ്ലാമി ആയിട്ടല്ല. സെപ്റ്റംബർ മാസം 2019 അദ്ദേഹം കണ്ടത് ജമാഅത്തെ ഉലമ ഈ ഹിന്ദുവിൻ്റെ ഹെഡിനെയാണ് കണ്ടിരിക്കുന്നത്. 1919 മുതൽ ഈ രാജ്യത്തിൻ്റെ മുഖ്യധാരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണത്. അതിൻ്റെ പേരിൻ്റെ അറ്റത്ത് ജമാഅത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെടുത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ട് പോസ്റ്റ് ചെയ്യരുത്, പറയരുത്. അതിൻ്റെ പേരിൻ്റെ അറ്റത്ത് അല്ല ഇത് ഞാൻ പറഞ്ഞ 2019 അങ്ങ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ വർഷം നടത്തിയ ചർച്ചയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇല്ല ഈ ചർച്ച സെപ്റ്റംബർ 2019 അങ്ങ് പറയുന്ന സാധനം കഴിഞ്ഞ വർഷം അദ്ദേഹം ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ മീറ്റിങ്ങിന് പോയതാണ്. ആ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷന്റെ മീറ്റിങ്ങിന് പോയതിനെ കുറിച്ചിട്ട് അതിന്റെ ഹെഡ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഓൾ ഇന്ത്യ ഇമാം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇമാം ഓർഗനൈസേഷൻ ആണ്. അവർ ക്ഷണിച്ചിട്ടാണ് അദ്ദേഹം അവിടെ പോകുന്നത്. അതിന്റെ ഹെഡായിരുന്ന ആ വ്യക്തി മരിക്കുകയും അദ്ദേഹത്തിന്റെ ആ വ്യക്തിയുടെ മരണ വാർഷികമുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ആ ഒരു ചരമവാർഷികം, ആ ചരമവാർഷികത്തിന്റെ അന്ന് ഓൾ ഇന്ത്യ
ഇമാം ഓർഗനൈസേഷന്റെ അടുത്തേക്കാണ് പോകുന്നത്. അവിടെ 5 or 6 മുസ്ലിം ഇന്റലക്ച്വൽ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരിടത്തും തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി ഉണ്ടായിരുന്നില്ല. ടൈംസ് ഓഫ് ഇന്ത്യയുടെ വാർത്തയുണ്ട്, അത് അങ്ങ് വേണമെന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ച് വായിച്ചു നോക്കുക. അതിനകത്ത് ആരൊക്കെ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള ഭഗവത് ഹാഡ് മെറ്റ് സെവറൽ മുസ്ലിം ഇന്റലക്ച്വൽ സച്ച് ആസ് ഡൽഹിസ് ഫോമർ ലെഫ്റ്റനന്റ് ഗവർണർ നജീബ് ചന്ദ് എന്ന് പറഞ്ഞു തുടങ്ങി എല്ലാവരുടെയും പേര് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഏതാണ് ഈ ജമാഅത്തെ ഇസ്ലാമി നേതാവ് എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്കറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലുമൊക്കെ രാത്രിയിൽ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ അതിനകത്ത് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് നമുക്കറിയില്ല. എന്തായാലും പകൽ ഇതിനകത്ത് ആരും ജമാഅത്തെ ഇസ്ലാമിയിൽ പ്രവർത്തിക്കുന്നില്ല. ഇനി രാത്രിയിൽ ജമാഅത്തെ ഇസ്ലാമിയായി പ്രവർത്തിക്കുന്നവരോട് നിങ്ങൾക്കാണ് ചങ്ങാത്തം കൂടുതൽ, അതുകൊണ്ട് നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കും, ഞങ്ങൾക്ക് അറിയില്ല. എന്തായിരുന്നാലും ശരി തന്നെയാണ്. അങ്ങ് പറയുന്ന ഈ വിഷയത്തിനകത്ത് രണ്ടിടത്തും ജമാഅത്തെ ഇസ്ലാമിയുടെ ആൾക്കാരുമായിട്ട് എന്തായാലും മോഹൻ ഭഗവത്ജി മീറ്റിംഗ് നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. ദേശീയ മാധ്യമങ്ങളൊന്നും തന്നെ അത്തരത്തിലുള്ളൊരു റിപ്പോർട്ട് നടത്തിയിട്ടില്ല. ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കറിയില്ല. അത് നേരത്തെ പറഞ്ഞതുപോലത്തെ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. രണ്ടാമത് നീലിമ ചോദ്യം ഒന്നുകൂടി ഒന്ന് ആവർത്തിക്കാമോ? അതായത് മുസ്ലിം ലീഗിന് മുന്നിൽ കോൺഗ്രസ് അടിയറവ് പറയുന്ന ഒരു സാഹചര്യം വരാൻ പോകുകയാണ്. മുസ്ലിം ലീഗ് പുതിയ മേഖലകളിലേക്ക് മുസ്ലിം ലീഗിന് മുന്നിൽ തീർച്ചയായിട്ടും അല്ല ഞാനത് അല്ല എനിക്ക് മനസ്സിലായി. അത് തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനകത്ത് നമ്മൾ വളരെ സസൂക്ഷ്മം കണ്ട ഒരു വിഷയം തന്നെയാണത്. ഉദാഹരണം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് പോലും ജില്ലാ പഞ്ചായത്ത് സീറ്റുകൾ ഈ പറയുന്ന മുസ്ലിം ലീഗിന് കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഇപ്പോൾ കുറച്ച് നേരത്തെ പൗണ്ട് കടവിനകത്തുണ്ടായ സംഭവത്തെക്കുറിച്ചിട്ട് ശ്രീ JV ഹരി ഒരു വിഷയം പറഞ്ഞല്ലോ. എന്താണ്, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റാണ്, അവിടെ റിബലായിട്ട് മത്സരിക്കേണ്ടി വന്നു, കൈപ്പത്തി ചിഹ്നത്തിൽ പോലും മത്സരിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ മത്സരിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായത്? കാരണം പൗണ്ട് കടവ് സീറ്റ് മുസ്ലിം ലീഗിന് കൊടുക്കേണ്ടി വന്നു എന്നുള്ളതുകൊണ്ടാണ്. മുസ്ലിം ലീഗിന്റെ മസിൽ പവറിന് മുന്നിൽ, അവരുടെ വോട്ട് ബാങ്ക് പവറിന് മുന്നിൽ കോൺഗ്രസിന് മുട്ടുമടക്കേണ്ടി വരുന്നതിന്റെ ദയനീയമായ സാഹചര്യമാണത്. ശരിക്കും പറഞ്ഞാൽ 19 പകരം 20 എന്ന് പറയുന്ന നമ്പറിൽ കോൺഗ്രസ് നിൽക്കേണ്ടതായിരുന്നു. പകരം എന്താണ്, മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അവിടെ വിഴുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ആ വിഴുങ്ങുന്നത് കാരണം എന്താണ്, കോൺഗ്രസിന്റെ തന്നെ പ്രവർത്തകർക്ക് നട്ടെല്ല് മടക്കി നിന്ന് തലകുലിച്ച് നിന്ന് അതിൻ്റെ അകത്ത് ആ മുന്നണിക്കകത്ത് പ്രവർത്തിക്കേണ്ടെന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ആ സാഹചര്യമാണ് പൗണ്ട് കടവിനകത്ത് കണ്ടത്. അതിനകത്ത് ഒരാൾ റിബലായിട്ട് ഇറങ്ങി മത്സരിക്കാൻ തയ്യാറായതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ അകത്തുള്ള മറ്റു പ്രവർത്തകർ പ്രതിഷേധ സൂചകമായിട്ട് UDFന്റെ മുന്നണിക്ക് വോട്ട് ചെയ്യാതിരിക്കുകയും പകരം കോൺഗ്രസിന്റെ പഴയ നേതാവിന് തന്നെ വോട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഇത് പരക്കെ ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ഇറങ്ങി നിന്ന് പ്രതികരിക്കുവാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ധൈര്യം ഉണ്ടായിട്ടുള്ള ചിലർക്ക് അതിനെ മറികടക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഇപ്പോൾ മുസ്ലിം ലീഗിന് എത്ര അടിത്തറയുണ്ടെന്നുള്ള അതിൽ തന്നെ വ്യക്തമല്ലേ. പൗണ്ട് കടവിൽ മുസ്ലിം ലീഗിന് എന്തായിരുന്നു അടിത്തറ എന്നുള്ളതിനെ കുറിച്ചിട്ട് അതിൽ നിന്ന് തന്നെ വ്യക്തമല്ലേ. പക്ഷേ എന്താണ്, ഇവിടെയൊക്കെ മുസ്ലിം ജനസംഖ്യ കൂടുകയാണ്. മുസ്ലിം ജനസംഖ്യയുടെ ഹോൾസെയിൽ കച്ചവടം ഞങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് സീറ്റ് തന്നേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിന്റെ കയ്യിൽ നിന്നും ഈ സീറ്റുകൾ ലീഗ് പിടിച്ചു വാങ്ങുന്ന സാഹചര്യമാണ് നിലവിൽ UDF രാഷ്ട്രീയത്തിനകത്ത് ഓടിക്കൊണ്ടിരിക്കുന്നത്.